ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പാർട്ടിക്ക് കൊടുത്ത സമയം ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. അറിയാം നമുക്ക്? അത് സഖാവ് പിണറായി വിജയനായിരുന്നു. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കളെ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും, അല്ലേ? വെട്ടിക്കോളി, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പറയാ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്. അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. ഇപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല. എന്താ പാർട്ടി പറഞ്ഞത്? ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ മുമ്പ് ഇരുന്ന എന്താ? ഞാനൊരു പ്രഷർ കൊടുക്കുകയായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു, ഭയങ്കര നിലയും വില ഉണ്ടാക്കി തന്നു പാർട്ടി. മുഖ്യമന്ത്രിനെ കാണുന്നതിന് മുമ്പ് എന്നെ SIT രൂപീകരിച്ചു. ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയൊന്ന് കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്താ പോയത്? SP-ക്ക് കൊടുത്ത കത്തിന് ഒരു മറുപടിയില്ല. ഒരാഴ്ച ഞാൻ കാത്തുന്നു, ഒരു മറുപടിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന ശശിധരൻ, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ വസ്തുത എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. ഒരു മറുപടിയില്ല. പിന്നെന്താ മാർഗം? ഞാൻ പോയി. SP ക്യാമ്പ് ഓഫീസാണ്, ആർക്കും പോകാം. ഇറ്റ് ഈസ് നോട്ട് എ റെസിഡൻസ്, ഇറ്റ്സ് എ ക്യാമ്പ് ഓഫീസ്, ദ ക്യാമ്പിംഗ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാമ്പ് ഓഫീസ്. ആർക്കും പോവാം, പബ്ലിക് പ്ലേസ്. ഞാനവിടെ ചെന്നപ്പോൾ തടുത്തു. ഒരു സാധു പോലീസുകാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ഞാൻ ആ കുറ്റി കാണാൻ വന്നതാണ്, അത് പെർമിഷൻ വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിക്കൂ, ആരുടെ പെർമിഷൻ വാങ്ങണ്ടേ? SP-യോട്. അപ്പോൾ പുള്ളി വേറെ ഏതൊരു പോലീസുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, SP-ക്ക് ഫോൺ കൊണ്ട് ഞാൻ സംസാരിക്കാൻ. സാറിന് തരാൻ പറ്റില്ല. ശരിയാണ്. അപ്പം ഇനി ഞാനെന്താ വേണ്ട വെച്ചു. നിങ്ങളെ കടത്തി വിടണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ശരി, അങ്ങനെയാണല്ലോ പറഞ്ഞു. അങ്ങനെ അതാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുന്നു, വാർത്തയാകുന്നു. ഞാൻ രംഗത്തേക്ക് ഇറങ്ങുക. ആകാശത്ത് പോയി ചവിട്ടാൻ പറ്റില്ലല്ലോ, ഭൂമിയിൽ ചവിട്ടി വേണ്ട ഓരോ സ്റ്റെപ്പ് കയറി പോവാൻ. തുടക്കം പോലീസിന്റെ അസോസിയേഷൻ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു, ഞാനൊരു പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു. ജനശ്രദ്ധ മെല്ലെ ഇതിലേക്ക് കയറി വരണം, ജനങ്ങളിത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കഴിയുന്നു. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം പോലീസിന്റെ സമ്മേളനമാണ് കോട്ടയത്ത്. ആ സമ്മേളനത്തിൽ പുഴുക്കുത്തുകളെ ആരെങ്കിലും പോലീസിലുണ്ടെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും. എന്താണ് ആ വാശിയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ എനിക്കും തോന്നി, പടച്ചോനെ സന്തോഷം തന്നെ. അപ്പൊ ഞാൻ രണ്ടാമത്തെ പത്രസമ്മേളനത്തിന് പത്രോഫീസിൽ, അവിടെ മഹേഷൊക്കെ ഉണ്ട് മലപ്പുറത്ത്. അപ്പോൾ അവർ പറഞ്ഞു, CM പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് ഇന്നലെ കൊടുക്കാൻ പറ്റുള്ളൂ പ്രസ് ക്ലബ്ബിൽ നിന്ന്. അപ്പൊ ഞാനും ഈ പറയുന്ന മലപ്പുറത്തെ പ്രസ് ക്ലബ്ബിലെ എല്ലാ പത്രപ്രവർത്തകരും ഈ TV കണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടുന്ന് പത്രക്കാരനോട് ഇങ്ങനെ ആക്കുന്നുണ്ട്, ഏത് സംഗതികൾ ഭയങ്കര നട്ടോന്ന്, ഏത് ഞാൻ പരാതി ഇവിടെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആയല്ലോ. പക്ഷെ എനിക്കൊരു കുളിർമയൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ഓക്കെ വീൽ സീ നിലനിൽക്കുന്നു.